Hello friends, അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സാൻഡിസ്കിന്റെ ഒരു ഐഫോൺ അക്സസറിയാണ്. നമുക്ക് നിങ്ങൾക്ക് ഐഫോൺ നിങ്ങളൊരു യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ വാങ്ങിച്ചു വെക്കേണ്ട ഒരു അക്സസറിയാണ്. എന്താ വെച്ചാൽ ഇത് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് റേറ്റ് പ്രൈസിൽ വരുന്ന സംഭവമാണ്. ഇത് ആക്ച്വലി ഒരു ഫ്ലാഷ് ഡ്രൈവ് ആണ്. നമുക്ക് ആക്ച്വലി ഒരു ബാക്കപ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇത് USB-A to ലൈറ്റ്നിങ് കേബിൾ വരുന്നൊരു എന്താ പറയുക ഒരു ഫ്ലാഷ് ഡ്രൈവ് ആണ്. നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഫോണിൽ കൂടെ നിങ്ങൾക്കറിയാം നമ്മുടെ വിൻഡോസ് നിങ്ങളുടെ വിൻഡോസ് ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം iOS നമുക്ക് എന്താ പറയുക ട്രാൻസ്ഫർ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മുടെ നമ്മുടെ ആൻഡ്രോയിഡ് കുത്തിയിട്ട് എടുക്കുന്ന പോലെ പറ്റില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ശരിക്കും ആക്ച്വലി ഈ സാധനം ഭയങ്കര യൂസ്ഫുൾ ഉണ്ട്. നമുക്ക് ഇതിൽ ആക്ച്വലി ഒരു ഇൻബിൽഡ് സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പേര് SANDISK iXPAND ഡ്രൈവ് ആപ്പ് എന്നാണ്. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആപ്പിൾ iOS-ൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ആക്ച്വലി കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക നോർമൽ നമ്മൾ OTG കുത്തില്ല അതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫയൽ അതിൽ കോപ്പി ചെയ്തിട്ട് നമുക്ക് പിന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ആക്ച്വലി ഇതിൽ വരുന്നത് ഒരു ടൈപ്പ് ആണ്. അപ്പോൾ ടൈപ്പ് നമ്മുടെ 3.1 വരുന്ന ടൈപ്പ് ആണ്. അപ്പോൾ നമുക്ക് നല്ല ഫാസ്റ്റിലാണ് ട്രാൻസ്ഫറും ചെയ്യാം. നമ്മുടെ ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ വിൻഡോസ് ലാപ്ടോപ്പിലോ ഒക്കെ കുത്തിയിട്ട് നമുക്ക് ഈസിയായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഫോൺ യൂസറാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ച് വെക്കേണ്ട ഒരു അക്സസറി ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ബെസ്റ്റ് ഫയൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇത് ലേറ്റസ്റ്റ് ഡിവൈസ് ആണ്. ഇതിന് മുമ്പ് വേറൊരു മോഡൽ വരുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ആക്ച്വലി ഔട്ട് ഓഫ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയ മോഡലാണിത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ മോഡൽ വാങ്ങിച്ചാൽ മതി. അതിന് കുറച്ച് ഫീച്ചേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ അതിന് പ്രൈസിങ് വരുന്നത് 64 GB നമുക്ക് ഒരു 2300 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു 128 GB വാങ്ങിച്ചാൽ മതി. എന്നുവെച്ചാൽ 64 GB ചിലപ്പോൾ ഒരു കുറവായിട്ട് തോന്നാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബെസ്റ്റ് ഫയൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കാട്ടോ. അതുപോലെ നമ്മളിതിന് അൺബോക്സിംഗ് പോയതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനൽ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയാൽ ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അടുത്ത് നമ്മൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ iXPAND ഫ്ലാഷ് ഡ്രൈവാണിൻ്റെ ബോക്സ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ബോക്സ് എന്ന് പറയാൻ പറ്റില്ല ബോക്സ് എന്നാണെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ സാൻഡിസ്കിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. iXPAND ഫ്ലാഷ് ഡ്രൈവ് ഫ്ലിപ്പ് എന്ന് ചെയ്തിട്ടുണ്ട്. 64 GB ആണ്. അപ്പോൾ മെയ്ഡ് ഫോർ ഐഫോൺ iPads അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിൽ ടൈപ്പ് എയും ഒരു സൈഡിൽ ലൈറ്റ്നിങ് കേബിളുമാണ് ലൈറ്റ്നിങ് പോർട്ടാണ്. അവിടെ നമുക്കിത് USB വരുന്നത് 3.1 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈസിലി മൂവ് ഫയൽസ് ആൻഡ് ഫ്രീ അപ്പ് സ്പേസ് ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് യുവർ ഫോട്ടോസ് ആൻഡ് വീഡിയോസിന് കൊടുത്തിട്ടുണ്ട്. ഫോർ ഐഫോൺസ് iPads ആൻഡ് കമ്പ്യൂട്ടേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഫോട്ടോ ബാക്കപ്പിന് ഒരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട് ഇവിടെ. SANDISK iXPAND ഡ്രൈവ് ആപ്പ് എന്നാണ്. ഇത് ആക്ച്വലി ഈ സാധനം വെറുതെ കുത്തിയിട്ട് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് കാണിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫയൽസ് ജസ്റ്റ് നമ്മുടെ എന്താ പറയുക OTG കുത്തിയിട്ട് അതിൽ കോപ്പി ചെയ്യില്ല അതേ പരിപാടി തന്നെയാണ്. അപ്പോൾ ഞാൻ അത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. എന്താ പറയുക ഫയൽസ് നമ്മുടെ പേഴ്സണൽ ഫയൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കോപ്പി ചെയ്യുന്ന കാര്യങ്ങളൊന്നും കാണിച്ചു തരുന്നില്ല. എന്ന് വെച്ചാൽ അത് പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ടതെന്ന് തോന്നുന്നു. പിന്നെ അതിൽ എവിടെ എഴുതിയിട്ടുണ്ട് ഈസി സ്റ്റെപ്പ് ഒരു ഇംഗ്ലീഷ് എഴുതിയിട്ട് പ്ലഗ് യുവർ iXPAND ഫ്ലിപ്പ് ഇൻ യുവർ iPhone ഡൗൺലോഡ് ദ iXPAND ഡ്രൈവ് ആപ്പ് കോപ്പി ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഫ്രം യുവർ iXPAND ഫ്ലിപ്പ് ഈസിലി മൂവ് ഫയൽ അത്രേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് കാണിച്ചു തരാനൊന്നുമില്ല. ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സോഫ്റ്റ്വെയർ ലിങ്ക് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് OTG കുത്തണ പോലെ വർക്ക് ചെയ്യില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ 64 GB വാങ്ങിക്കേണ്ട, മിനിമം 128 GB വരെ വാങ്ങിച്ചാൽ മതി കേട്ടോ. പ്രൈസ് എനിക്ക് തോന്നുന്നത് ഒരു 3000 റേഞ്ച് വരുന്നതുകൊണ്ട് 128 GB. അപ്പോൾ 64 GB പ്രൈസ് വരുന്നത് 2300 സംതിങ് ആണ്. അതുപോലെ തന്നെ 32 GB വരുന്നത് 1900 ആ റേഞ്ചൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ബെസ്റ്റ് ഫയൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ നോക്കി നോക്കാം. ഞാൻ എന്തായാലും സംഭവം ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നമുക്ക് കാണാനും സംഭവമൊന്നും വ്യത്യാസമൊന്നുമില്ല. നോർമൽ നമ്മുടെ പെൻ ഡ്രൈവ് പോലെ തന്നെയാണ്. പക്ഷേ നമ്മുടെ നിങ്ങളൊരു വിൻഡോസ് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഐഫോണിൽ നിന്ന് ഡാറ്റാസ് കോപ്പി ചെയ്യാനൊക്കെ പ്രത്യേകിച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഇതാണ് കേട്ടോ. കട്ട് ചെയ്തിട്ടും കിട്ടണില്ലല്ലോ. കിട്ടണില്ലോ, അവിടെ പോയി. ഓക്കെ ഓക്കെ ഇതാണ് സംഭവം. ഇതിനും കൂട്ടിങ്ങുണ്ട്. ഇതാണ് നമ്മുടെ പേര് വരുന്ന iXPAND ഫ്ലാഷ് ഡ്രൈവ് എന്നാണ് കേട്ടോ. ഇതിന് മുമ്പ് വേറൊരു പേര് ഇറക്കിയതാണ്. ഇതിനൊരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ
ടൈപ്പ് എ വരുന്ന സ്ഥലത്ത് ഒരു ക്യാപ്പ് ഇല്ല. അതൊരു ക്യാപ്പ് വേണമെങ്കിൽ വെക്കാമെന്നുണ്ടോ. ഇതാണ് നമ്മുടെ 3.1 വരുന്ന ടൈപ്പ് എ പോർട്ട്. ഇത് നമുക്ക് നമ്മുടെ PC-യിൽ കുത്താം. ഇവിടെ നമുക്ക് ഇല്ല. പക്ഷേ നമ്മുടെ ലൈറ്റ്നിങ് കേബിൾ വരുന്ന സ്ഥലത്ത് നമുക്കൊരു ക്യാപ്പ് വന്നിട്ടുണ്ട്. അത് എന്താ പറയുക, ആ പോർട്ട് കംപ്ലൈൻ്റ് ആവാനും കാര്യങ്ങളൊന്നും ചെയ്യാൻ. പക്ഷെ അവർക്ക് ഇവിടെയും കൂടി കൊടുക്കാമായിരുന്നു, 2 സൈഡിലും വെക്കായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ മാത്രമേ ക്യാപ്പുള്ളൂ. അത് കുറച്ച് ബോറായിപ്പോയി. വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ നമ്മുടെ നോർമൽ നമ്മുടെ ഒരു സാധാ പെൻ ഡ്രൈവ് കാണുന്ന പോലെ തന്നെയാണ്. വേറെ ഒന്നുമില്ല. സാൻഡിസ്കിൻ്റെ ബ്രാൻഡിങ് ഉള്ളുണ്ടെന്നുള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എൻ്റെ പേരാണ്. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. പഠിച്ച വീഡിയോ. ബൈ.